അങ്ങനെ കൊല്ലത്ത് നമ്മൾ ഷൂട്ടിന് വേണ്ടി രാവിലെ എത്തിയിട്ടോ. 5:30-ക്ക് എത്തുന്ന ട്രെയിനാണ്. 2 മണിക്കൂർ ലേറ്റായിട്ടാണ് എത്തിയത്. 7:30 ആകുമ്പോൾ എത്തി. അങ്ങനെ എത്തി നമ്മൾ അപ്പുറത്തുള്ളൊരു കടയിൽ കയറി നല്ല നെയ്റോസ്റ്റും വടയും ചായയൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മുടെ കൂടെയുള്ളത് ബാസിയും അബ്ദുവാണ്. ബാസി ക്യാമറാമാൻ, ഇപ്പുറത്തുള്ള റെഡ്, അബ്ദു നമ്മുടെ റിലേഷൻഷിപ്പ് ഓഫീസർ. നമ്മൾ 3 പേരും കൂടിയാണ് പോയത്. അവർ 2 പേരും കോഴിക്കോട് നിന്നാട്ടോ കയറിയത്. തലേ ദിവസം നമ്മൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ ഉറങ്ങിയിട്ടാണ് എത്തിയത്. അങ്ങനെ അതേ നമ്മളെ ഫോക്കസ് മോട്ടോഴ്സിലെത്തി. ഇവിടെയാണ് നമുക്ക് ഷൂട്ട് കേട്ടോ. പ്രീമിയം കാസിൻ്റെ ഷോറൂമാണ്. ഇവരുടെ ഞാൻ റീൽസ് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഗെയിൻ ഒരു 3 വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയത്. അങ്ങനെ എത്തി ഫ്രഷപ്പായി ഞാൻ റെഡി ആവുന്നതാണ്. ജസ്റ്റ് അവിടെ നമുക്ക് റൂമും ഫ്രഷപ്പ് ആവാനും ഒക്കെ സൗകര്യം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരാൾ വന്ന് നമുക്കതൊക്കെ ഓപ്പൺ ചെയ്ത് തന്നിട്ട് പോയി. അപ്പം ആ സമയത്തിനുള്ളിൽ ഞാൻ റെഡിയായി, മേക്കപ്പൊക്കെ ഇട്ട് സുന്ദരിയായി ഇരുന്നു. അങ്ങനെ റെഡിയായി നമ്മൾ താഴെ പോയി ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. താഴത്തെ നിന്നായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഉച്ചയായപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പുറത്ത് തന്നെ ഒരു കടയിലേക്ക് പോകുന്നതാണ് കേട്ടോ ഇത്. അപ്പുറത്ത് നല്ല നാടൻ മീനും ഊണൊക്കെ കിട്ടുന്ന ഒരു കടയാണ്. ഫിഷിൻ്റെ വിഭവങ്ങളായിരുന്നു അവിടെ കൂടുതൽ. കൊല്ലം സൈഡാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ മീൻകറിയും ചോറും പിന്നെ എന്തൊക്കെയോ കണവ മീൻ അങ്ങനെയൊക്കെ കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അഗെയിൻ ഷോറൂമിലെത്തി. അവിടുത്തെ പ്രീമിയം കാസാട്ടോ. അത് കഴിഞ്ഞ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോട് ഇളിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് അഗെയിൻ നമ്മൾ ഷൂട്ടൊക്കെ ഫിനിഷ് ചെയ്തു, റെയിൽവേയിലെത്തി. നമുക്ക് വന്ദേ ഭാരതിലാണ് നമ്മുടെ റിട്ടേൺ. അപ്പോൾ അതേ നമ്മുടെ വന്ദേ ഭാരത് എത്തിക്കഴിഞ്ഞു ഗൈസ്. അതിലാദ്യമായിട്ട് കയറാൻ പോകുന്ന ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലെ സ്പെഷ്യാലിറ്റീസ് എന്നൊക്കെ അറിയാൻ വേണ്ടി. അങ്ങനെ ആദ്യം അബ്ദു കയറി, അതിൻ്റെ പിന്നാലെ നമ്മൾ 2 പേരും കയറി. അങ്ങനെ സീറ്റൊക്കെ പിടിച്ചിരിക്കുമ്പോഴാണ് അവിടെയുള്ള ചേട്ടൻ ഒരു ട്രേയിൽ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നത്. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ ലഡ്ഡു പൊട്ടി ഗൈസ്. പിന്നെ അതൊക്കെ ഓരോന്നും എടുത്ത് നോക്കുന്ന ഒരു ആവേശത്തിലായിരുന്നു ഞാൻ. ഷുഗർ കട്ടൊക്കെ ആണെങ്കിലും നമ്മുടെ വന്ദേ ഭാരത് തന്നല്ലേ അങ്ങനെ തിന്നു. ദേ ബാക്കിൽ നിന്ന് ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഡിന്നർ എത്തി. ഡാലും ചോറും ചിക്കൻ കറിയും ചപ്പാത്തിയും പിന്നെ തൈരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഡെസേർട്ട് ഐസ്ക്രീമും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെട്ടി വിഴുങ്ങുന്ന കാഴ്ചയാണ്. അത് കഴിഞ്ഞൊരു കുഞ്ഞ് പള്ളിയിറക്കം പാസ്സാക്കി. പിന്നെ നമ്മുടെ തിരൂർ സ്റ്റോപ്പ് എത്തിയപ്പോൾ അബ്ദും ബാസയും വന്ന് തന്നെ സീ ഓഫ് ചെയ്യുന്ന കാഴ്ച കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരികെയായിരുന്നു. ഈ ഡോറ് തുറക്കാനും പറ്റുന്നില്ല. അപ്പോൾ അബ്ദുവിനോട് പറഞ്ഞു, ഈ ടെൻഷൻ അടിക്കണ്ട, കറക്റ്റ് സ്റ്റോപ്പ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിനക്ക് വേണ്ടി തുറന്നു തന്നോളുന്നു. അങ്ങനെ അത് തുറന്നു തന്നു. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ബായൊക്കെ പറഞ്ഞു ഇറങ്ങുന്ന കാഴ്ചയാണ്. പിന്നെ എന്തൊക്കെയോ കൈകൊണ്ട് ആക്ഷനൊക്കെ കാണിച്ച് ഏന്തി വലിഞ്ഞൊരു ബായും കൂടി പറഞ്ഞ് അവസാനം വന്ദേ ഭാരതിനും ബായ് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി.